നമസ്കാരം. എയിം സ്റ്റഡീസ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യ ചോദ്യം നോക്കിയേ മക്കളെ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ചതിനുള്ള കാരണങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക. എന്താണ് അവിടെ പറഞ്ഞു നോക്കിയേ? ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച കാരണങ്ങൾ പെടാത്തതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകിയില്ല. അതവിടെ ശരിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ താഴെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ കാരണം കേട്ടോ. ബ്രിട്ടീഷുകാർ വയനാടിന് മേലെ അവകാശവാദം ഉന്നയിച്ചു. അതും അവിടെ എന്താണ്? ശരിയാണ്. നമുക്ക് പതുക്കെ പഠിച്ചു പോയാൽ മതി കേട്ടോ. ഒരുപാട് സമയമുണ്ട്, പഠിക്കാറുണ്ട്. HSAക്കാർ ശ്രദ്ധിക്കുക. മൈസൂർ പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകിയില്ല. മൈസൂരാണോ? അല്ല, അവിടെ എന്താണ്? കോട്ടയമാണ്. അല്ലെ, കോട്ടയമാണ്. ബ്രിട്ടീഷുകാർ മൈസൂരിന് അവകാശവാദം ഉന്നയിച്ചു. മൈസൂരാണ് മക്കളെ? അല്ല, എവിടെയാണ്? വയനാടാണ്. ആണോ? അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? നമ്മളുടെ ആൻസർ ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഓപ്ഷൻ സി. അപ്പൊ ഞാൻ പറഞ്ഞു 4 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ തന്നു, 4 സ്റ്റേറ്റ്മെന്റ് തന്നു. നിങ്ങൾ അവിടെ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ശരിയാവോ? ആവില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? വളരെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഓരോ നിങ്ങളെ പഠിപ്പിക്കാൻ. ഉള്ളത് പറയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ എക്സ്ട്രാ ഫാക്ട്സും കൂടെ പറഞ്ഞുതരും. എങ്ങനെ പറഞ്ഞുതരും? SCERT പരീക്ഷയ്ക്ക് ഒരു 80% SCERT നിങ്ങൾ പഠിച്ചിട്ട് പോയാ മതി. അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ്, അതിൽ നേ വരുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവിടെ SCERTയിലേക്ക് പോവാണ്. നോക്കാം +1 +2 ലെവൽ അടക്കം. നോക്കിയേ മക്കളെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു എന്ത്? പഴശ്ശി സമരങ്ങൾ. അല്ലെ, നോക്കി ഓരോ വരിയും ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ എവിടെ കിടക്കാന്ന് അറിയില്ല. വടക്കേ മലബാറിലെ എക്സാമിന് ചോദിക്കും. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നിന്നുള്ള നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ. ഏത് വനങ്ങളാണ്? വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ. ഒളിപ്പോരാണ് എന്ത് ചെയ്ത് ആര് നടത്തിയത്? പഴശ്ശിരാജ നടത്തിയത്. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം മാത്രം മതിയോ? പോരാ അല്ലെ. ഏത് യുദ്ധമാണ്? ഗൊറില്ല യുദ്ധമാണ്. നമുക്ക് ജസ്റ്റ് വേറെ നമ്മുടേതായ കാര്യം പറയണ്ടേ? മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ ഏതാണ്? പഴശ്ശി വിപ്ലവങ്ങളാണെന്ന് അറിയാം അല്ലെ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന അല്ലെ ഈ ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ആരാണ് ചോദിക്കുകയാണെങ്കിൽ മലബാറിലെ രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ് അല്ലെ. പഴശ്ശി കലാപത്തിന്റെ വീരപുരുഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജയാണ്. ഏത് കാലഘട്ടമാണ് ചോദിക്കുകയാണെങ്കിൽ ഏത് കാലഘട്ടമാണ്? 1793 മുതൽ 1797 വരെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഒന്നാം പഴശ്ശി കലാപത്തിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. എന്താണ്? ഒന്നാമത്തെ എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ചോദിക്കുകയാണ്. കോട്ടയം പ്രദേശത്തിലെ നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് അധികാരമൊക്കെ ആർക്ക്? ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടായിരുന്നു. എന്താണ് കാരണം? എന്തായിരുന്നു കാരണം? പറഞ്ഞേ. മൈസൂരിൽ എന്തായിരുന്നു? ഭരണാധികാരിക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. NCERT +1 +2 ഭാഗമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഏത് വർഷമാണ്? മനസ്സിലായോ? ബ്രിട്ടീഷ് രേഖകൾ പഴശ്ശിരാജ ഏതൊക്കെ പേരുകൾ അറിയപ്പെട്ടു? പൈച്ചിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്ന പേരിലൊക്കെ അറിയപ്പെട്ടത് ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജാവിന്റെ കേന്ദ്രമായ ഒരു മലയുണ്ട്. ഏത് മലയാണ്? പുരളിമല എന്നും കൂടി ഓർത്തു വെക്കുക. ഏത് മലയാണ്? പുരളിമല. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ഈ പറഞ്ഞ പഴശ്ശിരാജയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം എല്ലാം ഒരേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഉത്തരം ഉണ്ടാവില്ല കേട്ടോ.
പഴശ്ശിരാജയുടെ മൃതദേഹം സഞ്ചരിച്ച് പല്ലക്കിലേക്ക് മാറ്റി രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാള കാവലോടെ മാനന്തവാടിയിലേക്ക് അയച്ചു. മുകളിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങൾ പഴശ്ശിരാജയുടെ മരണത്തെ കുറിച്ച് ആരിങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഞാനിത് റാങ്ക് ഫയലോ ഒന്നും അല്ല, ഫുള്ളായിട്ട് SCERT NCERT എന്നാണ് പറഞ്ഞ ടൈറ്റായ ക്വസ്റ്റ്യൻസ് മാത്രമേ തരുള്ളൂ. അത് പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ഏതാണ്, ആരെങ്ങനെയാ പറഞ്ഞത്? പറഞ്ഞേ. ഓപ്ഷൻ സി അല്ലെ? ആരാണ്? TH ബാബർ അല്ലെ? TH ബാബർ എന്താണ്? തോമസ് ഹാർവി ബേബർ. നോക്കിയേ നമ്മുടെ ബുക്കില് പഴശ്ശിരാജയുടെ അവസാന യാത്ര. പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി, രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി, അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാർ കാണുന്നതിൽ അയച്ചു ഞാൻ പറഞ്ഞില്ലേ? അതെന്താണ്? പിന്നെന്താണ്? ശവസംസ്കാരം പാരമ്പര്യ വിധി പ്രകാരം നടത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. ആരാണ്? TH ബേബർ. ആരായിരുന്നു? സബ് കളക്ടർ. എവിടെ? മലബാർ. അപ്പൊ നമുക്ക് അവിടെ എന്താണ്? 3 ചോദ്യങ്ങളും ഒരു ചോദ്യം 3 ഉത്തരങ്ങളും അവിടെ വന്നിക്കേ. സബ് കളക്ടർ ആണ്. എവിടത്തെയാണ്? മലബാരത്ത്. ആരാണ് ഈ കോട്സ് തന്നത്? TH ബേബർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത് ശരിയായ രീതിയിൽ യോജിപ്പിക്കുക. ശരിയായ രീതിയിൽ അവിടെ യോജിപ്പിക്കുക. എന്താണ്? നിങ്ങൾ തന്നെ അവിടെ യോജിപ്പിച്ചേ. നമുക്ക് നോക്കാം. പഴശ്ശി സ്മാരകം എവിടെയാ വരിക? പഴശ്ശി സ്മാരകം ഈസ്റ്റ് ഹില്ല് വരും അല്ലെ? ഈസ്റ്റ് ഹിൽ എവിടെയാ വരിക? കോഴിക്കോട് ജില്ലയിലാണ് വരിക. പഴശ്ശി മ്യൂസിയം. പഴശ്ശി മ്യൂസിയം എവിടെയാ വരിക? സോറി പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി അല്ലെ? പഴശ്ശി മ്യൂസിയം ആണെങ്കിൽ ഈസ്റ്റ് ഹിൽ കോഴിക്കോട്. പഴശ്ശി ഡാം, പഴശ്ശി ഗുഹ എവിടെയാണ്? മലപ്പുറം. പഴശ്ശി ഡാം കണ്ണൂര്. ആണോ? നമ്മളുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ വരിക? ദേ പിക്ചർ നോക്കിയേ. പഴശ്ശി സ്മാരകം അല്ലെ? SCERT നോക്കിയേ, ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലേ? എന്താണ്? പഴശ്ശി സ്മാരകം മാനന്തവാടി. കണ്ടോ? പഴശ്ശിരാജ NSS കോളേജ് എവിടെയാ? പഴശ്ശിരാജ NSS കോളേജ് മട്ടന്നൂർ, കണ്ണൂരാണ് കേട്ടോ. പഴശ്ശിരാജ NSS കോളേജ് എവിടെയാണ്? മട്ടന്നൂര്, കണ്ണൂരാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. നോക്കാം. താഴെ ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. ആ പ്രസ്താവന തെറ്റായതാണ് അവിടെ ചോദിച്ചത്. 1800 പഴശ്ശി കലാപത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത് എന്ന് പറയുന്നു. ശരിയാണോ? എടാ മക്കളെ, ശരിയാണോ? ശരിയാണല്ലേ? 1800 മുതൽ 1805 വരെ അല്ലെ 2ാം പഴശ്ശി കലാപ സമയം ആണ്. കലാപകാരികളെ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം കേണൽ മെക്കാളോ പ്രഭു നടത്തി. ആണോ? അല്ല. ആരായിരുന്നു നടത്തിയത്? ആര്? കേണൽ വെല്ലസ്ലി ആണ് നടത്തിയത്. ആരാണ്? കേണൽ വെല്ലസ്ലി ആണ് നടത്തിയത്. അപ്പൊ അത് തെറ്റല്ലേ? തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ കോൾക്കർ അല്ലെ? കോൾക്കർ എന്ന തദ്ദേശീയ സൈന്യത്തെ അണിനിരത്തി. ഓക്കെ, അപ്പൊ കോൾക്കർ എന്ന സ്ഥലത്തായിരുന്നു അണിനിരത്തി. 2 നമ്മുടെ ചാനലാണ്. എന്റെ മക്കൾ 2 കേറിക്കോളൂ കേട്ടോ. അതും അവിടെ എന്താണ്? ശരിയാണോ? ശരിയാണ്. 1805 നവംബർ മാസം 30-ാം തീയതി വയനാട്ടിലെ മാവിലാത്തോടി എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. അതും അവിടെ ശരി തന്നെയാണ് അല്ലെ? അതും അവിടെ ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ആൻസർ ഏതാണ് നമ്മളുടെ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അവിടെ തെറ്റായ പ്രസ്താവന. നമ്മൾ അവിടേക്ക് പോവുകയാണ്. നമ്മൾ SCERT പോവുകയാണ്. നിങ്ങൾ
നോക്കിയേ 1800 പഴശ്ശി കലാപത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചത്. നോക്കിയേ ഓരോ വരിയും പഠിക്കണം. കലാപകാരികളെ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം ആരാണ്? നിങ്ങൾക്ക് തെറ്റിക്കും, നിങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റിക്കും. കേണൽ മെക്കാളോ അല്ല, കേണൽ വെല്ലസ്ലി നടത്തി. ആരാണ്? കേണൽ വെല്ലസ്ലി നടത്തി. കേണൽ വെല്ലസ്ലി നടത്തി. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ കുറിച്യരും കുറുമ്പരും. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു, കഴിഞ്ഞ എക്സാമിന് നമ്മളെ കുറുമ്പരും ചോദിച്ചില്ല, വേറെ എന്തോ ഒരു വാക്ക് തമ്മിലേ അല്ലെ? കുറുമ്പരും എന്നല്ലാതെ എന്ത് ചോദിച്ച്? SCERT ഏത് ടെക്സ്റ്റ് ആണ് പിന്നെ പറയാൻ മോളെ, ടൈമില്ല. നോക്കിയേ, കുറിച്യരും കുറുമ്പരുമായിരുന്നു വലിയൊരു വിഭാഗം. തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്ന തോമസ് ഹാർവി ബേബർ, പുൽപ്പള്ളി ഇമ്പോർട്ടന്റ് ആണ്. പുൽപ്പള്ളി കോൾക്കർ എന്ന തദ്ദേശീയ സൈന്യത്തെ അണിനിരത്തി രാജയ്ക്കെതിരെ പട നയിച്ചു. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാത്തോട് എന്ന സ്ഥലത്ത് വെച്ച് ആര് മരണപ്പെട്ടു? പഴശ്ശിരാജ മരണപ്പെട്ടു. ക്ലിയർ ആയോ? നിധു മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം അല്ലെ, പഴശ്ശിരാജയുടെ 4ാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടാണ് എന്ത്? 2ാം പഴശ്ശി വിപ്ലവം നടന്ന്. 2ാം പഴശ്ശി വിപ്ലവത്തിൽ പെട്ടെന്ന് കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വയനാട് പിടിച്ചടക്കാൻ ശ്രമിച്ചു അല്ലെ? ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശിരാജയെ സഹായിച്ച ആദിവാസി വിഭാഗം ആരായിരുന്നു? കുറിച്യരായിരുന്നില്ലേ? പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ആരാണ്? കണവത്ത് ശങ്കരൻ നമ്പ്യാർ. ആരാ മക്കളെ? കണവത്ത് ശങ്കരൻ നമ്പ്യാർ. സർവ സൈന്യാധിപൻ ചോദിക്കുകയാണെങ്കിൽ കൈത്തേരി അബു നായർ ആണ്. ആരാണ്? കൈത്തേരി അബു നായർ ആണ്. അവർ ആവിഷ്കരിച്ച ഒരു യുദ്ധതന്ത്രം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒളിപ്പോർ അല്ലെ? ഒളിപ്പോർ അല്ലെങ്കിൽ ഗറില്ല യുദ്ധമാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന പ്രധാന ആദിവാസി വിഭാഗങ്ങളിൽ പെടുന്നത് കണ്ടെത്തുക. ആരൊക്കെയാണ്? നോക്കിയേ, ആരൊക്കെയാണ്? ഊരാരുങ്കൾ, അടിയോൻ, ഇരുളര്, പണിയർ, ഇരുളര്, ഊരാരുങ്കൾ, അടിയോന്, കുറിച്യർ, കുറുമ്പർ, കാട്ടുനായ്ക്കർ, ഊരാളി. ആരാ മക്കൾ ആൻസർ ആയിട്ട് വരിക? നമുക്ക് എല്ലാവർക്കും നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ് അല്ലെ? ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ അവിടെ സി ആണ് അവിടെ വരുന്നത് അല്ലെ? ആരാണ്? ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ എപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, എക്സാമിന് ചോദിക്കും. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറച്ചു പേരുണ്ട്. ആരൊക്കെയായിരുന്നു? ചെമ്പൻ പോക്കർ, കൈത്തേരി അബു നായർ. ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ ഉണ്ട്, കൈത്തേരി അബു നായർ ഉണ്ട്. പിന്നെന്തായിരുന്നു? എടച്ചോന കുങ്കൻ അല്ലെ? പിന്നെ കുറിച്യർ നേതാവായിരുന്ന ആരായിരുന്നു? തലക്കൽ ചന്തു, അപ്തൻ ഗുരുക്കൾ. ആരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, പറഞ്ഞേ, ചെമ്പൻ പോക്കർ, കൈത്തേരി അബു നായർ, പിന്നെ എടച്ചോന കുങ്കൻ, പിന്നെ കുറിച്യർ നേതാവ് ആരായിരുന്നു? കുറിച്യർ നേതാവ് തന്നെ പഠിച്ചോ, ആരായിരുന്നു പറഞ്ഞേ? തലക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ. ഇത്രയും നിങ്ങൾ പഠിച്ചിടണം, എക്സാമിന് ഓഡ് വൺ ഔട്ട് ചോദിക്കും ട്ടോ. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്നും കോൾക്കർ എന്നതിനെ സംബന്ധിച്ച് ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. കോൾക്കർ ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? പഴശ്ശിയുടെ നാട്ടുപടയാളികൾ, കുറിച്യ സൈന്യം, തോമസ് ഹാർവി ബേബറിന്റെ സൈന്യ സംഘം ഇവയൊന്നുമല്ല. ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ സി അല്ലെ? തോമസ് ഹാർവി ബേബറുടെ സൈനിക സംഘമാണ് ആൻസർ. ഓപ്ഷൻ 3 മാത്രമാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ്? 3 മാത്രമാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലാക്കി വെക്കുക. ഓരോ വരികളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, ശ്രദ്ധിക്കുക കേട്ടോ. കോൾക്കർ വരെ എന്താണ്? 1804 തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു, നമുക്കറിയാം, തോമസ് ഹാർവി ബാബർ അല്ലെ? അതിന്റെ ഉദ്യോഗസ്ഥൻ ഏത് വർഷമാണ്? 1804 കേട്ടോ. പഴശ്ശി വിപ്ലവം അടിച്ചമർത്താനായിട്ട് ചുമതല ആർക്കായിരുന്നു? അദ്ദേഹത്തിന് നിക്ഷിപ്തമായിരുന്നു. അതിനെയാണ് എന്ത്? കോൾക്കർ അല്ലെ? പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ എന്ത് ചെയ്തു? ആർതർ വെല്ലസിയാണ് കേട്ടോ. തോമസ് ഹാർവേ ബാബർ എന്ത് ചെയ്തു? പുൽപ്പള്ളിയില് 1200ഓളം പോലീസുകാർ അടങ്ങിയ ഒരു പ്രത്യേക സേന തയ്യാറാക്കി. ആ സേനയുടെ പേരെന്താണ്? കോൾക്കർ എന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ്?
കോൾക്കർ. ക്ലിയർ ആക്കി വെക്കുക, എക്സാമിന് ഒരുപാട് പ്രാവശ്യം ഇത് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഒളിപ്പേര് നടത്താൻ പഴശ്ശിരാജയെ സഹായിച്ചവരിൽ ഉൾപ്പെടാത്തവരെ കണ്ടെത്തുക. ഞാനിപ്പോ പറഞ്ഞ കാര്യമല്ലേ. അപ്പൊ അവര് വരുവോ ഇവര് വരും. ഇപ്പൊ ആരൊക്കെയായിരുന്നു ഉൾപ്പെടാത്തത് നമുക്കറിയാം അല്ലെ. പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഏതാണ്? വീരവർമ്മ അവിടെ വരുമോ? വരില്ല. കൈത്തേരി അബു വരും, ചെമ്പൻ പോക്കർ വരും, തലക്കൽ ചന്തു വരും. പിന്നെ ആരൊക്കെയാ വരിക പറഞ്ഞേ? എടച്ചോന കുങ്കൻ, അത്തൻ, ഗുരുക്കൾ വരില്ലേ? പിന്നെ പഴശ്ശിരാജ പ്രധാനമന്ത്രി ആരായിരുന്നു? കണവത്ത് ശങ്കരൻ നമ്പ്യാർ അല്ലെ. കണവത്ത് ശങ്കരൻ നമ്പ്യാർ. അപ്പൊ ചെമ്പൻ പോക്കർ, കൈത്തേരി അബു നായർ, തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ, കണവത്ത് ശങ്കരൻ നമ്പ്യാർ. തെറ്റിപ്പോവരുത്. അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ CRT വന്നു കഴിഞ്ഞല്ലോ. കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരായിരുന്നു? പഴശ്ശിരാജയെ ബ്രിട്ടീഷ് രേഖകൾ എന്താണ്? പഴശ്ശിരാജ എന്നും കൊട്ടിയോട് രാജാവ് എന്നും വിശേഷിപ്പിക്കുന്നു അല്ലെ. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി ആരായിരുന്നു? സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന പേരിൽ ഒരു ചരിത്ര നോവൽ എഴുതിയിട്ടുണ്ട് അല്ലെ. ബ്രിട്ടീഷുകാർക്ക് തന്റെ വജ്രമോതിരമൊക്കെ ഇതാക്കി പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തു എന്നാണ് നോവലില് പരാമർശിക്കുന്നത്. പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യം നമ്മുടെ SCRT പറഞ്ഞുതരാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു മക്കളെ? മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. മൈസൂർ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ ആർക്ക്? പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല? തയ്യാറായില്ല. മാത്രവുമല്ല എന്ത് ചെയ്തവര്? വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും പിന്നെന്ത് ചെയ്തു? ഇതിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു. പിന്നെ ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്തു? പോരാടുകയും ചെയ്തു. നോക്കിയേ മക്കൾ, ഇതാ ചെമ്പൻ പോക്കറും കൈത്തേരി അബു നായർ, എടച്ചോന കുങ്കൻ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലക്കൽ ചന്തു. നിങ്ങൾ ചോദിച്ചു തലക്കൽ ചന്തു വരുമോ ചോദിച്ചില്ലേ? വരും. എന്നിവരുടെ സഹായത്താൽ പഴശ്ശിരാജ ശക്തമായ ഒളിപ്പോരില് ഗറില്ല യുദ്ധം നടത്തി. പോരാട്ടത്തിനിടയിൽ 1805 നവംബർ 30 പഴശ്ശിരാജ എന്ത് ചെയ്തു? വധിക്കപ്പെട്ടു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഒന്നാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് എപ്പോഴായിരുന്നു? 1793 മുതൽ 97 വരെയാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശരിയാണ്. മൈസൂർ നാട്ടുരാജാക്കന്മാരുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണല്ലേ. പഴശ്ശിരാജയോടൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ എതിർത്ത വിഭാഗങ്ങളാണ് നായർ, മാപ്പിളമാർ, ഗോത്ര ജനത. അതും അവിടെ എന്താണ്? ശരിയല്ലേ? അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. അവിടെ എല്ലാം ശരിയാണ് അല്ലെ. എല്ലാം ശരിയല്ലേ? ഓക്കെ. നമ്മുടെ CRT വരികയാണ്. പഴശ്ശിരാജ കഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളായിരുന്നു നമുക്കറിയാം അല്ലെ. 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം ഘട്ടം. ആ ഒന്നാം ഘട്ടത്തിൽ എന്തായിരുന്നു പ്രധാന കാരണം? ബ്രിട്ടീഷുകാർക്കുള്ള തെറ്റായ നികുതി നയം അല്ലെ. ബ്രിട്ടീഷുകാർ തെറ്റായ നികുതി. രണ്ടാം ഘട്ടത്തിൽ എന്തായിരുന്നു? 1792 മലബാറിനായിരുന്നു ആദ്യകാലങ്ങളിൽ അദ്ദേഹം. പക്ഷേ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. ആരായിരുന്നു? കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. അപ്പൊ ആ ഒരു വീരവർമ്മ എന്നുള്ളത് അവിടെ ഒരു പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. നായർ സമുദായങ്ങൾ, മാപ്പിളമാർ, ഗോത്ര ജനത ഇമ്പോർട്ടന്റ് ആണ്. നായർ സമുദായങ്ങൾ, മാപ്പിളമാർ, ഗോത്ര ജനത എന്നിവരടങ്ങിയ പഴശ്ശിയുടെ പട്ടാളം കമ്പനി സൈന്യത്തെ ശക്തമായി എന്ത് ചെയ്തു? ചെറുത്തു. തുടർന്ന് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്നും പുറത്താക്കി. പഴശ്ശി മൈസൂരിന്റെ എന്ത് ചെയ്തു? സഹായം ആവശ്യപ്പെട്ടു തേടി അല്ലെ. അവസാനം ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറുകയും 1797 പഴശ്ശിയുമായി അനുരജ്ഞനാവുകയും ചെയ്തു അല്ലെ. അപ്പൊ ഇതാണ് ആ ഒന്നാം ഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇമ്പോർട്ടന്റ് ആണ്. ഈ 2-3 പോയിന്റ്സ് ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. അടുത്ത് ശരിയായ ജോഡി യോജിപ്പിക്കുക.
നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. ഒന്നാം ഘട്ടം ആരംഭിച്ചത് 1793 എന്ന് പറയുന്നു. അതവിടെ എന്താണ്, ശരി തന്നെയാണ് അല്ലെ. രണ്ടാം ഘട്ടം പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30, അതും ശരിയാണ്. എല്ലാം അവിടെ എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ തന്നെയല്ലേ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി അല്ലേ വരിക? ആണോ? ദെൻ അടുത്ത ചോദ്യം, കൃതികളെയും കർത്താക്കളെയും ശരിയായ ജോഡി ചേർത്തുക. കേരള സിംഹം, കേരള സിംഹം സർദാർ കെ.എം. പണിക്കർ അല്ലേ. പഴശ്ശി സമരങ്ങൾ KKN കുറിപ്പ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ മുണ്ടക്കയം ഗോപി, ഓപ്ഷൻ എ ആണ്. വീരകേരള മഹാകാവ്യം ജാതവേദൻ. ക്ലിയർ ആണോ? ഓപ്ഷൻ ഏതാ വരിക മക്കളെ? ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതുപോലെ തന്നെ പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ചോദിക്കുകയാണെങ്കിൽ അത് MT വാസുദേവൻ നായർ ആണ് കേട്ടോ. കേരളവർമ്മ പഴശ്ശി ചിത്രം സംവിധാനം ചെയ്ത ആരെന്ന് അറിയാലോ നിങ്ങൾക്ക്? ആരായിരുന്നു? ഹരിഹരനാണ് കേട്ടോ. ഹരിഹരനാണ്. അതിന്റെ തിരക്കഥ സംവിധാനം ചെയ്ത MT വാസുദേവൻ നായർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഇത് പഴശ്ശിരാജയുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പഴശ്ശിരാജയുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡി കണ്ടെത്തുക. പിടിതരാത്ത തന്റേടി എന്ന് വിശേഷിപ്പിച്ചത്, റാണ പ്രതാപിന് തുല്യം എന്ന് വിശേഷിപ്പിച്ചത്, കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ എ തന്നെയാ വരിക അല്ലെ. പിടിതരാത്ത തന്റേടി ആരാ? നാദർ വെല്ലസി തന്നെയാണ്. കേരള സിംഹം സർദാർ KM പണിക്കർ. റാണ പ്രതാപിന് തുല്യം ആരായിരുന്നു വിശേഷിപ്പിച്ചത്? വില്യം ലോഗൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സർദാർ KM പണിക്കരെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അറിയാം? സർദാർ KM പണിക്കർ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ ആണ്. പിന്നെന്താണ്? രഥസഭ അല്ലെ അംഗമായ ആദ്യ മലയാളിയാണ്. മന്നത്ത് പത്മനാഭൻ അല്ലെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ എന്തൊക്കെയാണ്? 2 ചൈനകൾ അല്ലെ, പറങ്കിപ്പടയാളികൾ ഒക്കെ കൂടി ധൂമകേതുവിന്റെ ഉദയമക്കാരിയാണ്. കേരള സർദാർ KM പണിക്കരെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക.